പ്രവാസികൾക്കായി സംസ്ഥാന സർക്കാർ നൽകുന്ന പെൻഷൻ ആനുകൂല്യം കൂടുതൽ പേരിലേക്ക് എത്തിക്കാൻ പദ്ധതി കൂടുതൽ ആകർഷകമാക്കണമെന്ന് ക്ഷേമനിധി ബോർഡ് മുൻ ഡയറക്ടർ PM ജാബിർ മീഡിയ വണ്ണോട് പറഞ്ഞു. 1000 രൂപ പെൻഷൻ എന്നത് പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം ഒട്ടും ആകർഷകമല്ലെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഒരു മെമ്പർ അടക്കുന്ന തുക മാറ്റി നിശ്ചയിക്കാൻ ബോർഡിനോ ഗവൺമെന്റിനോ അധികാരമുണ്ട്. ഗവൺമെൻറ് ടോട്ടൽ ഇതിൻ്റെ 2% ആണ് ഗവൺമെൻറ് കൊടുക്കുന്നത്. അപ്പോൾ അതിന് പകരം ഗവൺമെൻറ് കോൺട്രിബ്യൂഷന് നിശ്ചിത തുക, പെൻഷന് കണക്കായിട്ടുള്ള ആനുപാതികമായിട്ടുള്ള തുക ഗവൺമെൻറ് കോൺട്രിബ്യൂഷൻ കൂടി ആയി വരികയാണെങ്കിൽ പെൻഷൻ തുക വർദ്ധിപ്പിക്കാൻ സാധിക്കും. കൂടുതൽ പ്രവാസിയാണെന്ന രേഖകൾ സ്വയം സാക്ഷ്യപ്പെടുത്താനും സൗകര്യം വേണം. ഇപ്പോൾ പദ്ധതിയുടെ വാർഷിക അംശാദായത്തേക്കാൾ വലിയ തുക എംബസികളിൽ സാക്ഷ്യപ്പെടുത്താൻ വേണം. എംബസിയിൽ എന്ത് അറ്റസ്റ്റേഷനും മിനിമം 7 റിയാലാണ്. ഇപ്പോൾ അവരുടെ സ്റ്റാമ്പ് പതിക്കണമെങ്കിൽ 7 റിയാലാണ്. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞിട്ടുള്ളത് 7 റിയാൽ എന്ന് പറയുമ്പോൾ ആകെ ഇതിന് ചേരണമെങ്കിൽ 200 രൂപയാണ്. മാസത്തിൽ 300 രൂപ എടുക്കേണ്ടത്. ഇതിനൊക്കെ വലിയ തുക അറ്റസ്റ്റേഷന് വേണ്ടി മാത്രം കൊടുക്കേണ്ടി വരിക എന്നുള്ളത്. മുഴുവൻ ബാങ്കുകളുടെയും NRE അക്കൗണ്ടുകളിൽ നിന്ന് അംശാദായം ക്ഷേമനിധിയിലേക്ക് ഈടാക്കാൻ സൗകര്യം ഏർപ്പെടുത്തണമെന്നും ജാബിർ നിർദ്ദേശിച്ചു. ഷിനോ ഷംസുദ്ദീൻ, മീഡിയ 1, മസ്കത്ത്.